ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷാജിദയെക്കുറിച്ചാണ്. ഷാജിദ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഷെരീഫിനെതിരെ ഭയങ്കരമായിട്ട് തെറിയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ലൈവ് ഫുള്ളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഷാജിദ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യമെന്നും എന്താണ് അതിനു മുമ്പ് ഷെരീഫ് ഷാജിദയെ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്കും ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ഷെരീഫ് ഷാജിദയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഷെരീഫ് ഷാജിദയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെരീഫ് പറഞ്ഞത് ഈ ഷാജിദയുടെ ഭർത്താവ് മരിക്കാൻ മെയിൻ കാരണം ഷാജിദ തന്നെയാണ്, വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഉമ്മയായിട്ടൊക്കെ ഭയങ്കര വഴക്കും കാര്യങ്ങളും ഉള്ള കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു ഷെരീഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഷാജിദയും അതുപോലെ തന്നെ ഷെരീഫും തമ്മിൽ വലിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അവസാനം ഷാജിദ ഷെരീഫിൻ്റെ വീട്ടിലൊക്കെ ചെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അതുപോലെ തന്നെ എന്നെ ഉമ്മയെ പറ്റിയോ ഞാനൊന്നും ഇനി മോശമായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് നിർത്തിയതായിരുന്നു. അതിനുശേഷം പിന്നാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഷാജിദ ഉണ്ടെങ്കിൽ ഷെരീഫിനെതിരെ ഇട്ട ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ടാണ് ഷെരീഫ് ഈ ഒരു ഷാജിദയ്ക്കെതിരെ വീഡിയോ ചെയ്യാൻ വരെ റെഡി ആയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോ ഇതേ കണക്ക് ഷെരീഫ് ഇട്ടു ഷാജിദയ്ക്കെതിരെ. ഇതേ കണക്ക് ഭർത്താവ് മരണപ്പെടാൻ ഈ ഒരു ഷാജിദയാണ് കാരണം, വേറെ ഒരാളുമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇതേ കണക്ക് മരണപ്പെടാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ മറുപടി ആയിട്ടാണ് ഷാജിദ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഷെരീഫിന് എതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഷാജിദ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, നിനക്ക് എന്നെ പറ്റി എന്താ അറിയാം, നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് കുറേ അധികം വ്യാജമായിട്ടുള്ള കഥകൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി പറയുകയാണ്. നീ ഉണ്ടാക്കി പറയുന്നത് ഞാൻ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ ഭർത്താവ് വളരെ ധൈര്യശാലിയൊക്കെ ആയിരുന്നു, പക്ഷേ ആ ഒരു സമയത്ത് തോന്നിയൊരു മണ്ടത്തരം കാണിച്ചെടുത്ത് തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോയത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും എൻ്റെ ഭർത്താവിനെ ചതിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നീ ഉണ്ടെങ്കിൽ നിനക്ക് വായി തോന്നിയത് എന്തും പറയാം എന്നുള്ള രീതിയിൽ നീ ആയിട്ടുണ്ട്. പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു നീ എന്നെ അടിച്ചൊതുക്കി എന്നുള്ള രീതിയിൽ. നീ എപ്പോഴാണ് എന്നെ അടിച്ചൊതുക്കിയത്? എനിക്ക് എൻ്റെ മക്കളുണ്ട്, എനിക്ക് വേണ്ടി അവർ ചോദിക്കാനും ഉണ്ട്. പിന്നെ ഇപ്പം നിൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണ്, പിന്നെ എൻ്റെ ഉമ്മയെപ്പറ്റി നീ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയെ അങ്ങ് വലിയ രീതിയിൽ മോശമായിട്ടൊക്കെയാണ് നടത്തുന്നതെന്നുള്ളൊരു കാര്യം. അവരെന്നെ ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല, അവർ എന്നെ സ്വന്തം മോളായിട്ട് പോലും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെ അതേ കണക്ക് തിരിച്ച് കാണുന്നത്? നീ ഇതേ കണക്ക് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നീ ഇത് ഓർത്തോ, നിനക്ക് ഒരു നാൾ ഇതിനെല്ലാം അനുഭവിക്കും എന്നുള്ള രീതിയിൽ ഷാജിദ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഷാജിദ ഷെരീഫിനെതിരെയും വീഡിയോ ഇടുന്നുണ്ട്, ഷെരീഫ് ഷാജിദയ്ക്കെതിരെയും വീഡിയോ ഇടുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഷാജിദ അങ്ങനെ വലുതായിട്ട് വീഡിയോസ് വരുന്ന സമയത്ത് മോശമായിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതും തുടങ്ങിയിട്ടുണ്ട്. ഷെരീഫ് എന്തായാലും ഇതിന് മറുപടി എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം തുടങ്ങിയത് ഷാജിദ ഉണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ്, ആ ഒരു വീഡിയോയ്ക്ക് ഷെരീഫിനെതിരെ ഇട്ട വീഡിയോയിൽ പോയി കമൻറ്റ് ഇട്ടതിന് ശേഷമാണ്.